ഇന്നത്തെ പോക്ക് നമ്മുടെ ദേശീയ സരസ്മേള കാണാനാണ് കേട്ടോ. നമ്മുടെ ചാലിശ്ശേരിക്കാണ്. കുറേ പേരായിട്ട് കേട്ടോ ചോദിക്കണു പോയില്ലേ ഇന്നിപ്പോൾ ഫൈനലി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഡ്രസ്സ്. ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ ഇതുപോലത്തെ കുർത്ത സെറ്റ് എടുക്കുമ്പോൾ ടോപ്പിനൊക്കെ ലെങ്ത് കുറവായിട്ടാണ് കിട്ടാറ്. വളരെ അപൂർവമാണ് കേട്ടോ ഇങ്ങനെ ലെങ്ത്തിൽ കിട്ടാറുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. 3 പീസ് സെറ്റ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഷോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കോഡ് സെറ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചാലിശ്ശേരി എത്തി. ചാലിശ്ശേരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൽ ജനങ്ങൾ വന്ന് അറിയുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ ചാലിശ്ശേരി. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിലേക്ക് കയറി കുറച്ചിങ്ങനെ സാധനങ്ങളൊക്കെ എക്സിബിഷൻ പോലെയല്ലേ അതുപോലെ കാണാനൊക്കെ നടക്കുകയാണ് കേട്ടോ. ഒന്നും വാങ്ങിയൊന്നുമില്ല, നമ്മളെല്ലാം അങ്ങനെ കണ്ടു നടന്നു. എനിക്ക് കൂടുതൽ ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ. നമ്മുടെ തേജപ്പൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള പിള്ളേരുടെ ക്യൂ ആയിരുന്നു കേട്ടോ. കുറേ പേരുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് കുറച്ച് പേരുടെ എടുത്തില്ല. പിന്നെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ദേവസ് പുട്ടിക്കത്തെ ഡ്രസ്സാണ്. ഇവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മുടെ ഒരു പ്രൊമോഷൻ കണ്ടിട്ട് വാങ്ങിയ ഡ്രസ്സ് ഇട്ടിട്ട് മറ്റൊരാളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക്. പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഷോ കാണാൻ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് അങ്ങനെ കുറേ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ വെറുതെ 1-2 ക്ലിപ്പൊക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പെറ്റ്സിൻ്റെ ഒരു സെക്ഷനിലേക്കായിട്ട് കയറിയത്. നമ്മുടെ തേജപ്പൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കിളികൾ, പൂച്ചകൾ, ഇങ്ങനത്തെ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ വിൻഷേട്ടനെ തട്ടി വിളിച്ച് കാണിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ആ പാമ്പിനെ കഴുത്തിലിട്ട് നിൽക്കുന്ന കേട്ടോ വിൻഷേട്ടൻ. അതിനുള്ള ധൈര്യം എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനും ചെന്നിട്ടൊന്ന് തൊട്ട് നോക്കിയിട്ടോ പാമ്പിനെ. ഞങ്ങൾക്ക് വലിയ കഴുത്തിലിടാനുള്ള ധൈര്യം. ജസ്റ്റ് തൊട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടിപ്പോന്നു. പിന്നെ തേജുവിന് കളിക്കണം എന്ന് കളിക്കുക മീൻസ് ഇത് എങ്ങനെ ഇരുന്ന് കറങ്ങില്ലേ ഇതിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ അവന് തുണയ്ക്ക് ഞാനും ഒപ്പം പോയിരുന്നു കേട്ടോ. അവൻ ഒറ്റയ്ക്ക് എന്തായാലും ഇരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും തേജും കൂടിയിട്ട് ഇതിൻ്റെ പിന്നിലിരുന്ന് ഇങ്ങനെ കുറേ നേരം കറങ്ങി കേട്ടോ. ഭയങ്കര സ്പീഡൊന്നും ഇല്ല, ഒരു നോർമൽ സ്പീഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു 1.5 വർഷം മുന്നേ നമ്മുടെ തേജുവിനൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പം അതൊന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇതിൽ കയറണം എന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങണയിൽ പോയിരിക്കുക കേട്ടോ. പിന്നെ ഇത് 5D വ്യൂ ആണ് കേട്ടോ. അപ്പൊ അവന് ഇതിൽ കയറണം, ഇത് ഇങ്ങനെ കാണണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതും നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ തേജപ്പന്റെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മിത്ര ചേച്ചിയുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ആളെ നമുക്ക് മുന്നേ അറിയാം കേട്ടോ, സന്ധി ചേച്ചീനെ. പിന്നെ കുറച്ച് നേരം പരിപാടി കണ്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഫുഡ് കോർട്ടിൽ കയറി. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. നമ്മുടെ അട്ടപ്പാടി വനസുന്ദരിക്കുള്ളതാണ്. അവിടെ ഇതേ നമ്മുടെ തേജപ്പന്റെ കുഞ്ഞു ഫാൻസുകളൊക്കെ വന്നിട്ട് ഇതേ വീണ്ടും ഫോട്ടോസ് എടുക്കിട്ട് തേജുവിനാണെങ്കിൽ പിന്നെ ഭയങ്കര നാളായിട്ടോ അവൻ ഞാൻ ആരമ്മയെന്നൊക്കെ ചോദിച്ചിട്ടായിട്ട് നടക്കണത്. പിന്നെ അതേ നമ്മുടെ ചിത്തുട്ടേട്ടൻ്റെ ഫ്രണ്ടും കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ വീണ്ടും നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും നമ്മുടെ തേജുവിനെ മതി. തേജു ആണെങ്കിൽ ഇൻട്രോവേർട്ടിന്റെ അങ്ങേറ്റത്താണ് കേട്ടോ. ഒരുമാതിരി എക്സ്പ്രഷൻ ഇട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കായിരുന്നു. കൈ ചോദിക്കുന്നവർക്കൊക്കെ കൈ ഇങ്ങനെ നീട്ടി കൊടുക്കുന്നല്ലാണ്ട് വേറെ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കായോണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടില്ലായിട്ട് നേരെ കൂറ്റനാട് KR വന്നിട്ട് അവിടുന്ന് ബിരിയാണിയും അതുപോലെ തന്നെ വിൻഷേട്ടൻ അൽഫാമാട്ട കഴിച്ചത്. അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.